സംസ്ഥാനത്തിന്റെ ടൂറിസം മേഖലയ്ക്ക് തിരിച്ചടിയായി ശംഖുമുഖത്തെ തീരശോഷണം. ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് നടത്തിയ ഫുഡ് സ്ട്രീറ്റിനോട് ചേർന്ന തീരവും വോക്ക് വേയുടെ ഭാഗങ്ങളുമാണ് കടലെടുക്കുന്നത്. കയർ കെട്ടി തിരിച്ചാണ് വിനോദസഞ്ചാരികൾക്ക് സംരക്ഷണം ഒരുക്കിയിരിക്കുന്നത്. വിശാലമായ മണൽപ്പരപ്പോടെ സംസ്ഥാനത്തെ ബീച്ച് ടൂറിസത്തിന്റെ പ്രധാന മുഖമായിരുന്നു ശംഖുമുഖമെങ്കിൽ ആ തീരം പൂർണ്ണമായും ഇന്ന് കടലെടുത്തു കഴിഞ്ഞു. തീരത്തിന് അഭിമുഖമായി ഉണ്ടായിരുന്ന റോഡ് പൂർണ്ണമായും ഇല്ലാതെയായി. ശ്രീ പത്മനാഭസ്വാമിയുടെ ആറാട്ട് മണ്ഡപത്തിന് ഏതാനും മീറ്റർ അടുത്തുവരെ തീരം കടൽ കവർന്നു കഴിഞ്ഞു. സ്വദേശീയരും തലസ്ഥാനത്തേക്കെത്തുന്ന വിദേശീയരും ഉൾപ്പെടെയുള്ള ടൂറിസ്റ്റുകൾ സമയം ചെലവഴിക്കാൻ എത്തിയിരുന്ന ടൂറിസ്റ്റ് കേന്ദ്രമാണ് അധികൃതരുടെ കൺമുന്നിൽ തന്നെ ഇല്ലാതാകുന്നത്. ശംഖു ഇങ്ങനെയാണ് ഇരുന്നത് മുമ്പേ ഇല്ല, ഭയങ്കരമായിട്ട് ഇത് ശാന്തമായി കിടന്നതാണ്. ഇപ്പം വിഴിഞ്ഞ ആറുമണി വന്നതിന് ശേഷം കടലിൻ്റെ ഇടുന്തോറും കടലിന് ബുദ്ധിമുട്ടി തന്നെ. ശംഖുമ എത്ര പോയി ഇല്ലയോ, അപ്പുറത്തെ എത്ര വീടുകൾ നശിച്ചത്, ഇതെല്ലാം ആരും ചിന്തിക്കുന്നോ? ഫുട്ബോൾ കളിച്ച സ്ഥലമാണിത്, തീരെ പോയി. ഇപ്പം മണ്ഡപത്തിന് അടുത്തുവരെ എത്തിയില്ലയോ? നമ്മൾ അവിടെ നിന്ന് വരുമ്പോഴേ നമുക്ക് കടപ്പുറം കാണാൻ പറ്റുമായിരുന്നു. ഇത് ആറ്റുമണൽ പോലും ഇല്ലാതെ കൊണ്ടുവന്ന് കെട്ടിയത്. അത് വേണമെങ്കിൽ എടുത്ത് വെച്ച് നോക്കാം, ഇതിലെന്തെങ്കിലും നന്നായിട്ട് കെട്ടിയിട്ടുണ്ടോ എന്ന്. അതങ്ങനെ കടലിനകത്തോട്ട് ഇതുവഴിയായിരുന്നു റോഡ്. അതെല്ലാം കഴിഞ്ഞ് കടലിനകത്തോട്ട് കൊണ്ട് കെട്ടിയ കടൽ എല്ലാ വർഷത്തെയും പോലെ തന്നെ ഇങ്ങനെ തന്നെ കർക്കിടകമൊക്കെ ആകുമ്പോഴേക്ക് അടുത്ത മാസം പകുതിയൊക്കെ ആകുമ്പോൾ ഇത് കുറച്ചും കയറുക. വാവ വലിയാകുമ്പോഴേക്കും പുതിയതായിട്ട് കെട്ടണതാണ് ഇടിയണത്. വീണ്ടും അവരത് കെട്ടും, അത് ഇടിയും. 100 ഫുഡ് സ്ട്രീറ്റുകളുടെ നവീകരണം എന്ന സർക്കാർ പദ്ധതിയിൽ ശംഖുമുഖവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 1 കോടി രൂപ ചെലവിൽ നിർമ്മിതി കേന്ദ്രത്തിനാണ് നിർമ്മാണ ചുമതല. ഇതിന്റെ ഭാഗമായുള്ള നിർമ്മിതികളും കടലെടുക്കുകയാണ്. കണക്കുകൾ പ്രകാരം 2020 ജനുവരി വരെ 35 മീറ്റർ ദൈർഘ്യമുണ്ടായിരുന്ന കടൽ തീരം 5 വർഷത്തിനിപ്പുറം ഇല്ലാതാകുന്നത് സംസ്ഥാനത്തിന്റെ ടൂറിസം മേഖലയ്ക്ക് കനത്ത തിരിച്ചടിയാണ്. ശംഖുമുഖത്തെ വിശാലമായ തീരം ഇന്ന് ഇല്ലാതായിരിക്കുന്നു. ടൂറിസത്തിന്റെ ഭാഗമായി നിർമ്മിച്ച വോക്ക് വേയും ഇന്ന് കടലെടുക്കുകയാണ്. താമസിയാതെ ടൂറിസ്റ്റുകളും ശംഖുമുഖത്തോട് വിട പറയും. ക്യാമറമാൻ രാജേഷ് താവലോടിനൊപ്പം രജിത് കുമാർ, അമൃത ന്യൂസ്, തിരുവനന്തപുരം.